പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയെടുപ്പുള്ള യാത്ര തുടരുകയാണ്. ഞാൻ മഹാബലി പല സ്ഥലങ്ങളിലായിട്ട് കയറി ഇറങ്ങി ഓണവിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനും മഹാബലി ഉള്ളത് പയ്യാവൂര് പൊന്നും പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ മുഴപ്പേൽ ചിറ്റ്സ്. നമ്മൾ കഴിഞ്ഞ തവണത്തെ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മുഴപ്പേൽ ചിറ്റ്സ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ചിട്ടിയൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം. എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, സ്നേഹോദൈര്യത്തിൻ്റെ, അടിപൊളി എല്ലായിട്ടും അതേ രസത്തിൻ്റെ എല്ലാം ഒരു നല്ല ഓണം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം മുഴപ്പേൽ ചിറ്റ്സിന്റെ ഓഫീസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കഴിഞ്ഞ തവണ വന്ന അതേ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ അന്ന് പരിചയപ്പെട്ട ഒരുപാട്, അന്ന് എല്ലാവരും പരിചയപ്പെട്ടായിരുന്നു. അവരെന്നെ പുതിയ ആൾക്കാരുണ്ടാവും കൂട്ടത്തിൽ. ഓക്കെ, പേരെന്തായിരുന്നു? അതാണ് പുതിയ ആളാണ്. യെസ്, അലക്സ് നഗറിനാണ്. ഓക്കെ, സാറിന്റെ പേര്? എവിടെയാ? ഇവിടെ നെല്ലിക്കുറ്റി അടുത്ത് തന്നെ. ആ കുറ്റിപ്പൂ ഉണ്ടോ അവിടെ? കുറ്റിപ്പുഴും ഉണ്ട്. ഓക്കെ, പേര്? എവിടെയാ? ഐച്ചേരി. എവിടെയാ? ഓക്കെ, പേര്? കുഞ്ഞിപ്പറമ്പ്. കുഞ്ഞിപ്പറമ്പ്. അവിടെ ആൾക്കാർ താമസമൊന്നുമില്ലേ? ആൾക്കാരുടെ പേര് കുഞ്ഞാട് വലിയ പറമ്പുണ്ടോ? ലോക സിനിമ ഷൂട്ട് അവിടെയാണ് അല്ലേ? ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? പേര്? എവിടെയാ? ചെമ്പേരി. ഓക്കെ. മഹാവീരുടെ നിങ്ങൾ ചോദിക്കാനോ പറയാനുണ്ടോ? ഇവിടെ വേറെ ഒന്നും ചോദിക്കാനില്ല. ഇല്ല. പക്ഷെ എനിക്ക് മാവി ചോദിക്കാനുണ്ട്. ഒരു ചിട്ടി ചേരാൻ പറ്റുമല്ലോ. പക്ഷെ നമ്മൾ കളക്ഷൻ അങ്ങോട്ട് വരുവാ. ഗൂഗിൾ പേ നമുക്ക് ചെയ്യാം. മൊബൈലിക്ക് ഗൂഗിൾ പേ നമുക്ക് ആക്കാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട്. അംബാനിനെ പോലെ അവർക്കൊന്നും ഈ ചിട്ടി വേണ്ട. പക്ഷെ സാധാരണക്കാരന് ഈ ചിട്ടി നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ടാണ് ചിലവ് അധ്വാനിക്കുന്ന പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി അത് വേസ്റ്റായിട്ട് പോകും. പക്ഷെ ഒരു ചിട്ടി ഉണ്ടെങ്കിൽ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വൈകുന്നേരം വന്നാൽ ഇത് ആ ചിട്ടീൻ്റെ പൈസ അവിടെ വെക്കണേ, മാസത്തിൽ അടക്കേണ്ടതാണ് എന്ന് പറയും. പിന്നെ ഈ ചിട്ടി മൊത്തം കിട്ടൂല. ഇങ്ങനെ ലക്ഷങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലക്ഷം നമ്മുടെ വലത് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുക. അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകിച്ചാണ്. അത് മാത്രമല്ല, ഇത് എന്താ പറയണ്ടേ, മണ്ണോട് മല്ലടിക്കുന്ന മലയോര മക്കളുടെ ഒരു ഗ്രാമമാണ് പിയാവൂർ അല്ലേ? അപ്പോൾ ഇവിടെ നിർബന്ധമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മവേലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൃഷി. ആ കൃഷിയുടെ സമ്പത്തും അതൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സന്തോഷം മുഖമൊക്കെ കാണാനാണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. നല്ല പക്ക ഗ്രാമമാണ്. മഹാബലിക്ക് സന്തോഷമായി. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തവണ ഓണത്തിന് എടുക്കുന്ന ചിട്ടി ഉണ്ട്? ഓണത്തിനായിട്ട് പ്രത്യേകില്ല. നമ്മൾ എല്ലാ മാസവും 1 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ചിട്ടികളും ആരംഭിക്കുന്നുണ്ട്. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, പിന്നെ 10 ലക്ഷം. അങ്ങനെ എല്ലാ മാസവും ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ കാലാവധി എല്ലാം 40 മാസത്തെ ചിട്ടികളാണ്. അപ്പം ചെറിയ ചിട്ടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിനാണ് ഏറ്റവും ചെറിയ ചിട്ടി വരുന്നത്. എല്ലാം 40 മാസം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാല് ഏതൊരാൾക്കും ചേർന്ന് നമ്മുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സമ്പാദ്യമായിട്ടായാലും, ഒരു വീട് പണിയാനായാലും, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറുതായിട്ട് പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് അതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചിട്ടികൾ വലിയ ഉപകാരമായിരിക്കും. അത് ലോണിനെക്കാട്ടിലും ലാഭകരമാണ് ചിട്ടി എപ്പോഴും. ഇവരെല്ലാം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കളക്ഷന് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നിലവിലില്ല, എല്ലാവർക്കും പുറത്ത് ആണോ ഉള്ളത്. ഗൂഗിൾ പേ ആയതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ചിട്ടി ചേരാനായാലും ഇപ്പൊ എവിടെ നിന്നായാലും നമുക്ക് ചിട്ടി ചേരാം. അതേപോലെ ഓൺലൈനാണ് ചിട്ടി നടത്തുന്നത്. അപ്പം എവിടെയും ചിട്ടി വിളിക്കാനുള്ള സൗകര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ചിട്ടി കാണുന്ന ഒരു 32 കൊല്ലമായ സ്ഥാപനമാണെങ്കിലും നമ്മൾ ഏറ്റവും പുതിയ ആധുനികമായ രീതിയിലോട്ട്, അതായത് ഇപ്പം ഓൺലൈൻ വിളിക്കാനുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. എന്തായാലും 30-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ചിട്ടിയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി എല്ലാവർക്കും മാവേലി ഓണാശംസ പറഞ്ഞില്ലേ? അപ്പൊ ഇനി നിങ്ങളുടെ വകയായിട്ട് കണ്ണൂർ വിഷൻ ചാനലിന്റെ പ്രേക്ഷകർക്ക് ഓണാശംസ. ഞങ്ങളുടെ വക, മൾട്ടി ചിറ്റ്സിന്റെ വക എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധമായ ഓണാശംസ നേരുന്നു.